കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ വക്കീൽ വന്ന് കല്യാണം ആലോചിച്ചതും പെണ്ണ് കണ്ടതും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇനി പോണ്ട, ഇത് ഇവിടെ നിൽക്കട്ടെ. വെറുതെ എന്തിനാ ഒരു ജീവൻ കൂടി ഇല്ലാതാക്കുന്നേ? എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂന്ന് അങ്കിളിന് അറിയാമല്ലോ. ആ പിന്നെ രാജീവിന്റെ കേസ് ഇപ്പൊ വാദിക്കുന്നത് അവനാ, ആ വക്കീല്. ഇനി അവന്റെ കേസ് വാദിക്കാൻ അങ്കിളിന് നാളെ വേറെ വക്കീലിനെ വെക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. വക്കീലന്മാർക്ക് ഇപ്പൊ എന്നാ ഫീസാ! ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ആൾക്കാരായി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവരുടെയൊക്കെ അടുത്ത് പോയി അങ്കിളി തല കുഴിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ടാ പ്ലീസ് പ്രിയ ഇങ്ങ് തന്നേക്ക്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിച്ചോളാം. രണ്ട് പെൺമക്കളുടെ അച്ഛനാ ഞാൻ. അവരെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാനുള്ള ബാധ്യത അച്ഛനെന്ന നിലയിൽ എനിക്കുണ്ട്. ആ അതാ ഞാനും അത് തന്നെയാ പറഞ്ഞു വരുന്നത്. അങ്കിള് ഈ കൈ കണ്ടില്ലേ? നല്ല സുരക്ഷിതമായ കൈകളാ. ധൈര്യമായിട്ട് പ്രിയ എന്നെ ഏൽപ്പിക്കാം. ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. എടാ, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആഗ്രഹം നടക്കില്ല. മാറി നിൽക്കടാ. വാ പോ. എനിക്കറിയാം എന്തോ ചെയ്യും. ഈ കിളവന്റെയൊക്കെ ഓരോ കാര്യങ്ങളെ പറഞ്ഞാ കേക്കില്ലെന്ന് വെച്ചാ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചേ അടങ്ങും. എന്ത് ചെയ്യും? ഇക്കാര്യത്തിൽ ഞാൻ ആരോടാ സഹായം ചോദിക്കുന്നത്? 100% നമ്മളെ വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നൊരു സുഹൃത്തിനോട് മാത്രമേ ഇങ്ങനൊരു കാര്യം സംസാരിക്കാൻ പറ്റൂ. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. സുധീഷിനെ ഒന്ന് വിളിച്ചാലോ? അവനാകുമ്പോ അല്പസ്വല്പം ഉടായ്പൊക്കെ കയ്യിലുള്ളവനാ. ഇക്കാര്യത്തില് അവനും ചിലപ്പോൾ എന്നെ സഹായിക്കാൻ പറ്റും. ആഹാ, ചിത്രയാണല്ലോ. ഇവൾക്കിതെന്ത് പറ്റി പതിവില്ലാതെ വിളിക്കാൻ? ആ ചിത്ര, എന്തുണ്ട് വിശേഷം? സുധീഷ്, നീ ഇപ്പൊ എവിടെ? ഞാനിപ്പോ ടൗണിലുണ്ട്. എന്താടി? എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴല്ലാതെ നീ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ. നീ എന്റെ കസിനാന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? സുധീഷ്, നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ നിന്നെ ഇക്കാര്യത്തിന് വിളിക്കുന്നത്. നീ എന്താ പറഞ്ഞു വരുന്നത്? നിന്റെ സംസാരം കേട്ടിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നുന്നല്ലോ. കുഴപ്പമുണ്ട്, ഇവിടെ ചില കുഴപ്പങ്ങളുണ്ട്. എനിക്ക് നിന്റെ ഒരു സഹായം വേണം. അത് മറ്റൊരാളും അറിയുകയും ചെയ്യരുത്. നീ പറ, ഞാൻ എന്ത് സഹായം ചെയ്യണ്ടേ? നീ ഇപ്പോഴും ആ ജ്വല്ലറിയിൽ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? അതെ, അതിനെന്താ? അതിനൊന്നുമില്ല. പക്ഷെ അവിടെ നിന്ന് നീ എനിക്കൊരു സംഗതി ഒപ്പിച്ചേരണം. എന്ത് സംഗതി?
ചിത്ര നീ എന്തൊക്കെയാ പറയുന്നേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ദേ, നീ എന്നെ കൂടി ജയിലിൽ കയറ്റാനുള്ള പണിയാണ് കാണിക്കുന്നത്. സുധീഷേ, എന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? എടാ, എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. നീ എന്നെ സഹായിച്ചേ പറ്റൂ, പ്ലീസ്. ഏയ് ഇല്ലില്ല, ഇക്കാര്യത്തിൽ നിന്നെ സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല. വെറുതെ വഴി കൂടെ പട കുരിശൊക്കെ എടുത്ത് തലയിൽ വെക്കാനൊന്നും എനിക്ക് വയ്യ. നീ വേറെ പണി നോക്കി പോയേ പോയേ പോയേ. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഇനി ജീവിതത്തിൽ നിന്നെ ഞാൻ വിളിക്കില്ല. നീ മരിച്ചു പോയെന്ന് ഞാൻ കരുതിക്കൊള്ളാം. അല്ലെങ്കിലും നീ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ നീയൊക്കെ ഇങ്ങനെ എന്നെയാ പെരുമാറുന്നേ. വെച്ചിട്ട് പോടാ. എടി വെക്കല്ലേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതേ ചെറിയ കളിയല്ല. എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ ജീവിതം തന്നെ കുഴപ്പത്തിലാവും. നിനക്കറിയാലോ, എന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഇതെങ്ങനെ പ്രശ്നമായാലേ അതുപോലും നടക്കത്തില്ല. എടാ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിന്റെ പേരിൽ ഒരു കുഴപ്പവും വരില്ല. അത് ഞാൻ ഏറ്റു പോരെ. ഉറപ്പാണല്ലോ അല്ലേ? 100% ഉറപ്പ്. എങ്കിൽ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. നാളെ ഞാൻ നിന്നെ വിളിക്കാം. നീ ഫോൺ വെച്ചോ. ശരി. ആരായിരുന്നു ഫോണില്? ആരോട് എന്ത് സഹായം നീ ചോദിച്ചത്? അയ്യോ, ഞാൻ എന്റെ ഒരു കസിനെ വിളിച്ചതാ. നമ്മുടെ സുധീഷില്ലേ, ആ ജ്വല്ലറിയിൽ ജോലിയുള്ളവൻ. അവനെ കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. ചിത്രയുടെ ബന്ധുവാണെങ്കിലും അവൻ പണ്ടേ ഒരു ഉടായിപ്പാണെന്ന് എനിക്കറിയാം. അവനെ കൊണ്ട് എന്ത് കാര്യം നിനക്ക് സാധിക്കാനുള്ളത്? എനിക്ക് കുറച്ച് ഗോൾഡ് മാറ്റി വാങ്ങണമായിരുന്നേ. അതിന്റെ കാര്യം സംസാരിക്കാനാ വിളിച്ചേ. ചിത്രേ, നീ ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. നീ പറഞ്ഞത് ഏകദേശം ഞങ്ങൾ കേട്ടു. നീ ആയിട്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പുറപ്പെടണ്ട. നീ ഈ വീടിന്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. എന്ന് കരുതി നിന്റെ ജീവിതം കുഴപ്പത്തിലാക്കാൻ നിൽക്കണ്ട. ദുഷ്ടനാണെങ്കിലും അവിനാശി നിന്റെ ആംഗ്ലയാ, അത് ഓർമ്മ വേണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്ത മനസ്സിൽ നിന്ന് അങ്ങ് കളഞ്ഞേക്കണം, കേട്ടോ? വേണ്ടത് എന്താണെന്ന് വെച്ചാ നമ്മുടെ ഭർത്താക്കന്മാരും DKയുമായിട്ട് ആലോചിച്ചങ്ങ് ചെയ്തോളൂ. അതിനിടയിലേക്ക് നീ തലയിടാൻ പോകണ്ട, മനസ്സിലായോ? അത് മാത്രമല്ല, ഈ കാര്യം നമ്മൾ 3 പേരിൽ മാത്രം ഒതുങ്ങി നിന്നാ മതി. 4മതൊരാൾ അതറിയാൻ ഇടവരരുത്, മനസ്സിലായോ? അയ്യച്ചി, എനിക്ക് ഇനി ഇത് സഹിക്കാൻ വയ്യ. അത്രയ്ക്ക് ഗതി കെട്ടിട്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നിന്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഒരാവേശത്തിന് കിണറ്റി ചാടിയ 9 ആവേശത്തിന് തിരിച്ചു കയറാൻ പറ്റില്ല. ജീവിതം ഇരുട്ടിലായി പോവും, അത് മറക്കണ്ട. ഹലോ ഹലോ മാഡം, ഇതൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബാംഗ്ലൂരിൽ നിന്നോ? ശിവയും അമലയും കൂടെ ബാംഗ്ലൂർ വന്നെന്നും മാഡത്തെ കാണാമെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അതും അറിഞ്ഞേ. അവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു. അല്ല, എന്താ ഇപ്പൊ വിളിച്ചേ? ആണോ? ശരി, അതൊന്ന് അന്വേഷിച്ചിട്ട് പറയാം. ഓക്കെ. ഇതാരാ? എന്റെ സ്വന്തം അളിയന്മാർ. ഓ, ഇരിക്കും. 3 പേർക്ക് ഇരിക്കാനുള്ള കസേര ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് നിന്നോണ്ടും സംസാരിക്കാം. കുടിക്കാൻ എന്തോ വേണ്ടേ? കാപ്പിയോ ചായയോ? ഒന്നുമല്ല, നിങ്ങൾ ആദ്യമായിട്ട് എന്നെ അന്വേഷിച്ച് വരികയല്ലേ?
പറ. നീ ഒന്നേ. എന്താ അളിയ? അളിയനെന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? നിന്റെ മുഖത്തിന് ഒരു വിളർച്ചയുണ്ടല്ലോ. നീ ഭക്ഷണം സമയത്ത് കഴിക്കുന്നില്ലേ? എന്തു പറ്റിയടാ? അതെ, ഈ അളിയാന്ന് വിളിച്ച നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആണോ? ആ? നീ ബാലുവിനെ കൊണ്ട് ജ്യോതിയെ കൊല്ലാൻ ശ്രമിച്ച കാര്യമൊക്കെ ഇവൻ പറഞ്ഞു. അന്ന് തന്നെ നിന്നെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ കരുതിയതാ. ഓ, ഭീഷണി! എന്റെ പൊന്നളിയ, ഇവന്മാരെയും കൂട്ടി എന്നെ ഭീഷണിപ്പെടുത്താൻ നീ ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടാ, എന്നെ ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നല്ലോ. അവിനാശേ, ആ? ജ്യോതിയുടെ അനിയത്തിക്ക് പിന്നാലെയുള്ള നിന്റെ അലച്ചിലൊക്കെ അവസാനിപ്പിച്ചോണം. അത് ദോഷം ചെയ്യുന്നത് ബാലുവിന്റെ ചിത്രയുടെയും ജീവിതത്തിനെയാ. അത് നീ മറക്കരുത്. തന്റെ സഹോദരിയല്ലേ ചിത്ര? എടോ, അവള് ജീവിക്കേണ്ട വീടല്ലേ അമരാവതി? ആ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോ അതിനൊരു മര്യാദ വേണ്ടേ? ജ്യോതി ഞങ്ങളുടെ DKയുടെ ഭാര്യ, ഞങ്ങളുടെ അമ്മായിയമ്മ. അവരുടെ അനിയത്തിക്ക് താൻ കാരണം എന്തെങ്കിലും സംഭവിച്ച അത് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആകെ ബാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും അതിൽ നിന്നൊന്ന് പിന്മാറണം. അത് പറയാനാ ഞങ്ങൾ മൂന്നൂരും കൂടി ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്ന് ദൈവമേ, ഇടാ, ഇതൊക്കെ പറയാൻ നീ ഇവിടം വരെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ഫോണിലൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ? അപ്പത്തല്ല ഞാൻ മറുപടി തരില്ലേ? എന്താ നിന്റെ മറുപടി? എനിക്കതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അത് ഞാൻ DKയോടും ജ്യോതിയോടും പ്രിയയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ മറക്കാൻ എനിക്ക് പറ്റില്ലടാ കുട്ടാ. എനിക്കവളെ വേണം. അവളെന്റെ മനസ്സിലെ ഒരു ഭ്രാന്തായിട്ട് കേറിപ്പോയതാ. ഇനി ഞാൻ എങ്ങനെ അവളെ മറക്കും? അതുകൊണ്ട് ഇക്കാര്യം ഒഴിച്ച് എന്ത് കാര്യവും നിങ്ങൾക്ക് എന്നോട് പറയാം. ഞാൻ അനുസരിക്കും. പോരെ? നിങ്ങൾക്ക് വേണ്ടി എന്തു കാര്യവും ഞാൻ ചെയ്തു തരും. അങ്ങനെ അളിയൻ വേറൊരു കാര്യം ചെയ്തു തരണ്ട. ദേ, ഇതങ്ങ് ചെയ്തു തന്നാ മതി. ആ പെൺകുട്ടിക്ക് വേറൊരു കല്യാണാലോചന വന്നിരിക്കുക. അത് നടത്താൻ മുൻകൈ എടുക്കുന്നത് DKയാ. ഇനിയും അതിന്റെ പിന്നാലെ നടന്ന സമയം കളയാനാണ് അളിയന്റെ ഉദ്ദേശമെങ്കിൽ അത് അളിയനെ നല്ലതായിരിക്കില്ല. ഇപ്പോ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അപ്പൊ അളിയനോട് സംസാരിക്കുന്നത്. അത് ഓർമ്മ വേണം. എന്നുവെച്ചാ നീ എന്നെ കയറി തല്ലുവെന്ന്? തല്ലടാ. യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് ഇത് പറയാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നടാ? എന്റെ പെങ്ങട കെടുത്തി താലി കെട്ടിയവനായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. അല്ലെങ്കിൽ പൊന്നു മക്കളെ ഈ സെല്ലിനകത്ത് കയറ്റിയിട്ട് 4 ചാമ്പ്യനെ. അതിനും മണി പൊളിക്കും. എങ്ങനെ പുളിക്കുമെന്നോ? കാണണോ? താൻ വലിയ പോലീസൊക്കെ ആയിരിക്കും, പക്ഷെ DK വളർത്തിയ കുട്ടികളാ ഞങ്ങള്. ആ വീറും വീര്യം കുറച്ചെങ്കിലും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആരോടും അങ്ങോട്ട് വഴക്കിന് പോയില്ലെങ്കിലും കിട്ടിയ തിരിച്ചു കൊടുക്കാതിരിക്കില്ല. മനസ്സിലായോ? ഇനി ഇതും പറഞ്ഞ് താൻ ഞങ്ങളുടെ ആരുടെങ്കിലും ദേഹത്ത് കൈവച്ച പിന്നെ തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. അത് താൻ ഏത് കൊമ്പത്തെ പോലീസാണെങ്കിലും. മനസ്സിലായോ? ഭയങ്കരം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. DKയുടെ കുട്ടികളുടെ വീര്യം എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര പുലിക്കുട്ടികളാ നിങ്ങള്. പക്ഷെ കളിക്കുന്ന കേരള പോലീസിനോടാ. അത് ഓർമ്മ വേണേ. പറഞ്ഞു കഴിഞ്ഞെങ്കില് 3 മക്കളോട് സ്ഥലം വിട്ടോ. എന്റെ പൊന്നാരളിയ, ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? ആയിക്കോട്ടെ. ആരുടെ ലൈഫ് തകർത്താലും ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ നേടിയെടുത്തിരിക്കും. അതിൽ മറ്റൊന്നും എനിക്ക് വിഷയമല്ല. മനസ്സിലായോ? പോടാ. എന്റെ പൊന്നളിയ, അളിയന് നല്ലത് പറഞ്ഞെന്ന് മാത്രമേ ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും നല്ലത് സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് അളിയൻ വാശി പിടിച്ച് നിൽക്കുക. അതുകൊണ്ട് ഇനി സംഭവിക്കുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളാവില്ല. അളിയൻ തന്നെ ആയിരിക്കും എല്ലാത്തിനും ഉത്തരവാദി. ശരിയേട്ടാ, പോവാം.
അല്ല, അവന്മാര് വല്ലാതങ്ങ് ഷൈൻ ചെയ്തിട്ടാണോ പോയത്? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അതും എന്റെ സ്റ്റേഷനില്. ഹലോ. ആ ഹലോ, ഇത് ഞാനാ, അവിനാഷ്. ഓ, നീയോ? എന്താ വിശേഷിച്ച്? വീണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനുള്ള പദ്ധതിയാണോ? ഏയ് അല്ലല്ല, ഞാനേ നിങ്ങളോടൊരു നല്ല വാർത്ത പറയാൻ വിളിച്ചതാ. എന്തു വാർത്ത? DK കാട്ടാനയെ പേടിക്കാം, പക്ഷേ ആനപ്പിണ്ടത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലായില്ല. നിങ്ങളോട് എനിക്കൊരു പ്രതിപക്ഷ ബഹുമാനമുണ്ട്. ഏകദേശം എനിക്കൊത്തൊരു ശത്രുവാ നിങ്ങൾ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ തല്ലി തീർക്കണം. ഇങ്ങനെയുള്ള ആളുകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ശരിയാണോ DK? ആളുകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയൊന്നും ആര്? ഞാൻ ആരെയും വിട്ടിട്ടില്ല. എന്നിട്ടാണോ നിങ്ങളുടെ മക്കൾ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നത്? ഓ, മക്കളെന്ന് പറഞ്ഞാ എന്റെ അളിയനും അവന്റെ ചേട്ടന്മാരും. അവരെന്നെ ഭീഷണിപ്പെടുത്താൻ വന്നു DK. എന്നിട്ട് അവരെ ഞാൻ വിട്ടതാണെന്ന് അവർ പറഞ്ഞോ നിന്നോട്? ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ആരെയും എവിടെയും അയച്ചിട്ടുമില്ല. പക്ഷെ അളിയനായാലും അമ്മാവനായാലും എന്നോട് നേരിട്ട് കോർക്കാൻ വന്ന എനിക്കൊരൊറ്റ നിയമമേ ഉള്ളൂ. എനിക്കിട്ട് പണിയാൻ വരുന്നവന് ഞാൻ തിരിച്ച് പണി കൊടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആൺമക്കൾക്ക് ഞാൻ ചുമ്മാ ഒരു പണിയും കൊടുത്തു. 3 കൂടെ അപ്പുറത്ത് ലോക്കപ്പിൽ തമാശയെ പറഞ്ഞിരിപ്പുണ്ട്. ലോക്കപ്പിലോ? എന്തിന്? അതിനവരെന്ത് തെറ്റ് ചെയ്തു? അവര് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനല്ലേ DK? ഇതെന്റെ സ്റ്റേഷനല്ലേ, ഇവിടുത്തെ അധികാരി ഞാനല്ലേ. ഇതിനകത്ത് കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയ അതിന് എന്റെ അളിയനല്ല, ദൈവം തമ്പുരാനായാലും അതിനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും. എന്തെങ്കിലും ഇല്ലാത്ത കേസിൽപ്പെടുത്തി അവരെ ചതിച്ച് ജയിലിലടയ്ക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അതിന് നീ വലിയ വില നൽകേണ്ടി വരും. അത് മറക്കണ്ട. ഇത് വലിയ കേസൊന്നും അല്ലെന്നേ, ചുമ്മാ ഒരു കേസ്. ഇവിടെ പ്രതികളെ കിട്ടാതിരുന്ന കേസാ. ഞാനത് അവന്മാരുടെ തലയ്ക്ക് ഇട്ടുകൊടുത്തു. എന്തൊക്കെയായാലും എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതല്ലേ, ഇരിക്കട്ടൊരു സമ്മാനം എന്ന് വിചാരിച്ചു. അവന്മാര് വന്ന് എന്നെ ഭീഷണിപ്പെടുത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ എനിക്ക് ആ ബുദ്ധി അങ്ങ് ഉദിച്ചതേ. പിടിച്ചകത്തിടുകയും ചെയ്തു. ഇനിയിപ്പം കേസെന്നല്ല, ഏത് കേസായാലും ഞാൻ വിചാരിക്കുന്നവരെ അവരിതിനകത്ത് തന്നെ കിടക്കും. മനസ്സിലായോ DK? ഇതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. തന്നെ കൊണ്ട് പറ്റുമെങ്കിൽ താൻ അവരെ നിറക്കിക്കൊണ്ട് പോടോ മിസ്റ്റർ. കാണട്ടെ ഞാൻ. പിള്ളേര് എന്നോട് എനിക്കറിയായിരുന്നു അവൻ എന്തെങ്കിലും പണി ഒപ്പിക്കുമെന്ന്. അത് ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാവുമെന്ന് കരുതിയില്ല. യൂണിഫോമിന്റെ ബലത്തില്, തോളത്തുള്ള നക്ഷത്രത്തിന്റെ അഹങ്കാരത്തില് അവൻ നമ്മളെ പെടുത്തിക്കളഞ്ഞല്ലോ. ചെക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. നമ്മൾ അവനെ ഭീഷണിപ്പെടുത്താൻ വന്നു, അവനിപ്പോ നമ്മളെ പിടിച്ചകത്താക്കി. ഇനിയിപ്പോ DK വരാതെ അവൻ നമ്മളിവിടെ നിന്ന് വിടുമെന്ന് തോന്നില്ല. നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെയാടാ ഇങ്ങനെ ഒരു ആങ്ങളെ ഉണ്ടായത്?
എന്തായാലും ഇനി DK വരട്ടെ, അല്ലാതെ വേറെ വഴിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആളിയന്തണ്ടി. സാറേ, ആ പാടൂ. ഇതാ സാറേ, പെട്ടെന്ന് ഞാൻ കുടിച്ചേ, അല്ലെങ്കിൽ ഇതിന്റെ ഗ്യാസ് പോകും. കൊള്ളാം. നല്ല തണുത്ത സോഡയും ഉപ്പും നാരങ്ങ പിഴിഞ്ഞത്. സകല ക്ഷീണവും പോകും. അല്ല സാറേ, സാറിന്റെ അളിയനെയും ചേട്ടന്മാരെ ഇതിനകത്ത് അങ്ങനെ ഇട്ടിരിക്കുന്നത് ശരിയാണ്? ആ കമ്മീഷണർ എങ്ങാനും അറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. അറിയട്ടോ, എല്ലാവരും അറിയട്ടെ. അവന്മാരുടെ തലയിൽ ഞാൻ കെട്ടിവെക്കാൻ പോകുന്നത് ഒരു കേസാ. അത് ഞാൻ ആ DK വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനിപ്പിങ് ഓടി വരും. ഇവിടെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. അവൻ്റെ ആൺമക്കളുടെ ജാമ്യത്തിന് വേണ്ടി. ചിലപ്പോൾ മറ്റവനും കാണും, അഡ്വക്കേറ്റ് ജയപ്രകാശ്. താൻ ചെല്ലേ, എന്നിട്ട് അമ്മമാർക്കൊരു ചായ വല്ലതും മേടിച്ചോളൂ. ശരി സാർ. ഭീഷണി, അത് എന്നോട്. ചുമരെന്ത് വിചാരിച്ചേക്കുന്നേ? അങ്ങ് പേടിപ്പിച്ച നിക്കറിനകത്ത് മുള്ളിപ്പോകുന്ന പയ്യനാണ് അവിനാശെന്ന്. കഷ്ടം. ആഹാ, എത്തിയോ? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അഡ്വക്കേറ്റിനെ കൊണ്ടാ വന്നേ അല്ലേ? കൊള്ളാം കൊള്ളാം, നല്ല മുൻകരുതലുണ്ട്. ഇരിക്കേ ഇരിക്കേ, വക്കീലും ഇരിക്കേ. എന്റെ കുട്ടികളെ അന്യായമായിട്ട് കേസിൽ അകപ്പെടുത്തി ജയിലിലടയ്ക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ ഈ മുഖം അങ്ങ് മാറും. ഇങ്ങനെ കോപിക്കാത്ത DK. നിങ്ങളുടെ കുട്ടികളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു കേസിലും പ്രതിയാക്കിയിട്ടുമില്ല. പ്രതിയാക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവരുടെ പേരിൽ നിങ്ങൾ എന്ത് കേസ് കെട്ടിവെച്ചാലും അവരെ ഈസി ആയിട്ട് ജാമ്യത്തിലെടുക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അധികം ശൗര്യമൊന്നും വേണ്ട വക്കീലേ. ഒരു ജാമ്യം ഇല്ലാതെ ഇവന്മാരെ അകത്തിടാനുള്ള എല്ലാ വകുപ്പും എനിക്കറിയാം. പക്ഷേ തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാ. ഇതിന് വക്കീലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അവന്മാരെയും തുറന്നു വിട്ടേക്കാം. പിന്നെ അവന്മാരെ പിടിച്ച് ഞാൻ ലോക്കപ്പിലിട്ടത് അതൊരു വാശിയില്ല. എൻ്റെ സ്റ്റേഷനത് കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഈസിയായിട്ട് ഇറങ്ങിപ്പോകാമെന്ന് ആരും കരുതരുതല്ലോ. അതിനിപ്പോൾ എൻ്റെ അളിയനായാലും. പിന്നെ DK ഇവിടെ എൻ്റെ മുൻപിലൊന്ന് വരണമായിരുന്നു, അവർക്ക് വേണ്ടി. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. ആവശ്യമില്ലാത്ത കളിയൊന്നും വേണ്ട സാറേ. നിങ്ങൾ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും. ഒന്ന് പോടോ വക്കീലേ. ഇതിലും വലിയ വക്കീലന്മാർ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വിറച്ചിട്ടില്ല ഞാൻ. താൻ വലിയ ചൂണ്ടനൂലിൽ കുരുങ്ങാത്ത കൊമ്പൻ സ്രാവ് ചിലപ്പോൾ വാഴനാരിൽ കുരുങ്ങി മരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. നിന്നെ നേരിടാൻ ഈ ജയപ്രകാശ് വക്കീൽ തന്നെ ധാരാളമാ.